ആ ആ ആയിക്കോട്ടേക്കാ. ആ ഞാൻ മമ്മീനോട് പറയട്ടെ എന്നാൽ. മമ്മീൻ്റെ അടുത്ത് പറഞ്ഞില്ല, പറയട്ടെ. ആ ഓക്കെ ഓക്കെ. മമ്മി, ഇക്കപ്പം എന്താ പറഞ്ഞാൽ അറിയോ? ഒരു പെണ്ണിനെ പറഞ്ഞു വിടുന്നുണ്ട് കാരണം ഇവിടെ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുമോ? നമ്മൾ ഷോപ്പ് പണിയെടുക്കുന്ന ഷറഫൂൻ്റെ വൈഫാണെന്നാണ് പറഞ്ഞത് ഇക്ക. ഇമ്മ, ഈ വലിയ വീട്ടിലാണോ താമസിക്കാൻ പോകുന്നേ? ആ മോളെ, ഈ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മോളെ ചെരുപ്പിട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി. അസ്സലാമു അലൈക്കും. ഞാൻ ജാബിക്ക പറഞ്ഞിട്ട് വരിക. വാലേക്കും സലാം. ആ ഇക്ക പറഞ്ഞിരുന്നു താത്തേ, കയറി. വേണ്ട മോളെ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഞാൻ എന്നാൽ മമ്മീനെ വിളിച്ചിട്ട് വരാം കേട്ടോ. ഇത്താ നിങ്ങൾ അവിടെ ഇരിക്കട്ടോ. അത് എത്രയും വലിയ വീടല്ലേ. നമ്മളിനി വിടാൻ നിൽക്കാൻ പോണേ മോളെ. മമ്മി, ആ താത്ത വന്നിക്കണേ. ആ വന്നോ? ഞാൻ അങ്ങോട്ട് വരാം. ആ, നീ എവിടുന്നാ? നിന്റെ സ്ഥലം എവിടാ? ഞാൻ മലപ്പുറത്തുനിന്നാ. എവിടുന്നോ കുറ്റിയും പറിച്ച് വന്നതിനൊക്കെ നീ കസേര പിടിച്ചിരുത്തേക്കുന്നു. പേടിക്കാനൊന്നുമില്ല മമ്മി, ഇക്ക പറഞ്ഞിട്ടല്ലേ. നീ മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. മമ്മി, താത്ത റെസ്റ്റ് എടുത്തോട്ടെ, നമുക്ക് ആ ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്കല്ലേ. ഓള് റെസ്റ്റ് എടുക്കാൻ വന്നതാ ഗസ്റ്റ് റൂമിലോ? ആ ചായപ്പിലോട്ട് കൊണ്ട് കാണിക്കി. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചായപ്പ്. ഇവിടെയൊക്കെ വൃത്തിയാക്കി ഒരു പായിട്ട് അവിടെ കിടന്നു. ഇമ്മ, ഈ വലിയ വീട്ടിലല്ല നിൽക്കുന്നത്, ഈ ചെറിയ വികാനായ വീട്ടിലാ. മിണ്ടല്ല മോളെ. ഇതിൻ്റെ ഉള്ളിൽ ചേരിയൊക്കെ മാറ്റിയിട്ട് പായിട്ട് കിടന്നു. ഉമ്മ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ കിടക്കുക? നീ കൊതുകടി കൊള്ളാണ്ട് അകത്ത് പോ. ഇമ്മ, കണ്ടിട്ട് പേടിയാവുന്നു. വലിയ പാമ്പറ്റുണ്ടാവോ? എന്താക്കാനാ മോളെ, നമ്മളെ വിധി ഇതായി പോയില്ലേ. ഇമ്മ, അവൻ്റെ പഠിച്ചോനെ. പഠിച്ചോനെ, ഈ അടിച്ചുറപ്പില്ലാത്ത ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ എങ്ങനെ കിടക്കുക? മോളെ, എങ്ങോട്ടും പോകല്ലോ. താത്ത ഇതാട്ടോ ചൂല്. നിങ്ങൾ 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഞാൻ മമ്മീനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ കിടത്താക്കട്ടോ. അതൊന്നും കുഴപ്പമില്ല, പക്ഷേ മോളെയും വെച്ച് കിടക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ആ ആയിക്കോട്ടെ. ഇമ്മ, അമ്മച്ചിയെ ഞാനും സഹായിച്ചു തരാം. നോക്കണം കേട്ടോ മോളെ. ആ, നീ ഈ ചേരിയിലാണ് ഓടിന്റെ മുകളിൽ വാരിയിട്ടോ? ആ ഓട് പൊട്ടിക്കല്ലേ. അതെല്ലാം എടുത്ത് അതിന്റെ മുകളിലേക്ക് നിരത്തി വെക്ക്. ഇല്ലമ്മ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഉമ്മയോ? ആരുമ്മ? ഞാൻ നിന്റെ ഉമ്മയൊന്നും അല്ല. നീ എന്നെ താത്തേന്ന് വിളിച്ചാ മതി. ഒരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും ഓരെന്താ നമ്മളെ ചീത്ത പറയുന്നത്? നമ്മക്കാരുമില്ലേ? ഉലകിൽ ചിറകുയ. അത് സാരല്ല മോളെ, മോക്ക് ഉമ്മച്ചിയോ ഉമ്മച്ചിക്ക് മോളും ഉണ്ടല്ലോ. മോളാടെ പോയിരുന്നു. ഉമ്മച്ചി ഇവിടെ വൃത്തിയാക്കട്ടെ കേട്ടോ രാത്രിയാകുമ്പോൾക്ക്. എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി